ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫിഷ് കറിയേ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കിളിമീൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ 10 മുളക്, പിരിയമുളകല്ല സാധാരണ മുളക്. പിന്നെ ഒരു 5 കഷ്ണം സാമ്പാർ ഉള്ളി. പിന്നെ ഒരു 6 ചെറിയ അല്ലി വെളുത്തുള്ളി. നമുക്കിതൊന്ന് അരയ്ക്കാൻ എടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് 10 മുളക് ഇതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലി അതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 കുറച്ചും കൂടെ കൂടുതലേ, അരയില്ല, ഉലുവാപ്പൊടി. ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ടേ. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ഞാൻ ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ, വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 10-12 കുഞ്ഞുള്ളി, സാമ്പാർ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വേപ്പില, ഒരു 1-2 വേപ്പില, 1-2 തണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ടേ, ഇതൊന്ന് വാടട്ടെ. ഇതിനകത്ത് 2 പച്ചമുളകായിരുന്നു, അത് ഇട്ട് കൊടുക്കേ. നല്ല വഴന്ന് വരണം, ഫ്രൈ ആവില്ല. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇത്രയും മതി. ഇതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ച തേങ്ങയില്ലേ, അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ അരച്ചില്ലേ, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, കുഞ്ഞ് 6 അല്ലി വെളുത്തുള്ളി അരച്ചിട്ടുണ്ടേ. അന്നേരം അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇങ്ങനെ സ്വല്പം നേരം ഒന്ന് വഴറ്റിയാൽ മതി. ആ തേങ്ങ ഒരു 2 മിനിറ്റ് തേങ്ങ അരച്ചൊന്ന് വഴറ്റിയേ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനി ഈ മിക്സി കഴുകി കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കല്ലേ, സോറി. ഇതിനകത്ത് 2 കുടംപുളി അത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തേ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, തിളയ്ക്കട്ടെ. നമ്മുടെ കറി തിളച്ചിട്ടുണ്ടേ. മീൻ്റെ അരപ്പില്ലേ, അത് തിളച്ചു. ഇനി ഇതിനകത്ത് ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനില്ലേ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ തവിയൊക്കെ ഇട്ട് ഇളക്കാം. മീൻ തിളച്ച് വെന്ത് തുടങ്ങിയാൽ പിന്നെ തവി തൊടുകയേ ചെയ്യല്ലേ, ഉടഞ്ഞു പോകും. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം, ഈ മീൻ്റെ ഉപ്പ്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് ഇതൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പം തീ കുറയ്ക്കുന്നില്ല, ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് പിന്നെ തുറന്ന് നോക്കാം.
നമ്മൾ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഇനി ഇതിനകത്ത് ഒരു 2 തക്കാളി അതരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇനി ഇത് ഇളക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെ അങ്ങ് അടയ്ക്കാം, കവർ ചെയ്യാം. എന്നിട്ട് തിളച്ചൊന്ന് നോക്കട്ടെ. ഒന്നുകൂടെ തിളച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ തുറക്കുമ്പോൾ ആ തിളവൊന്ന് നിൽക്കും. ഒന്ന് തിളച്ചിട്ട് കറി തീ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. എപ്പോഴും പറയുന്ന കണക്ക് ഉപ്പും പുളിയും എരിയും എല്ലാം മീനിനകത്ത് പിടിക്കും. ചെറിയ തീ കിടന്ന് മീൻ വേവട്ടെ. അപ്പം കറി തിളച്ചു. ഇനി ഇത് അടയ്ക്കാം. തീ കുറയ്ക്കുക കേട്ടോ. തീ കുറച്ച് തീരെ തീ കുറച്ചിട്ട് ഇപ്പോൾ. എന്നിട്ട് ഇതൊരു 8 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞെടുക്കാം. നമ്മൾ കറി നോക്കേ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. എന്താ നല്ല മണം. ഞാൻ ചുറ്റി കൊടുത്തില്ലേ. ഉപ്പൊക്കെ നോക്കണ്ടേ. ഈ സമയം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം വേണ്ട, മീൻ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിടക്കും. ഇനി ഇതിനകത്ത് ഒരു 4-5 പച്ചമുളക് 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുക്കേ. പിന്നെ കുറച്ച് കറിവേപ്പില അതും ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയോട്ടെ. ഓ സൂപ്പർ മീൻകറി. ഓ പറയാൻ ബാക്കില്ല. അപ്പം ഞാൻ ഒന്ന് അടച്ചിട്ട് തീ ഓഫാക്കേ. ഇന്നൊരു 2-3 മിനിറ്റ് കിടക്കട്ടെ. ഇങ്ങനെ അടച്ചിട്ടേക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മളെ കറി നോക്കിയാലോ. നമ്മളെ കറി ഇങ്ങോട്ട് എടുത്ത് വെക്കേ. കണ്ടില്ലേ, നല്ല സൂപ്പർ ഫിഷ് കറി. ഓക്കെ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. കിളിമീൻ തവി ഇട്ട് കഴിഞ്ഞാൽ അത് ഉടയും. വേറെ ഒരു മീനും ഇങ്ങനെ പ്രശ്നമില്ല. എല്ലാ മീനും ഉടയാതെ കിട്ടിയിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സമയം വരെ ചെറിയ തീയിൽ മീനിട്ട് വേവിക്കണം. നല്ല തിളയൊക്കെ 1-2 തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മീനിട്ട് വേവിക്കണം ഒരു 7-8 മിനിറ്റ്. അപ്പോൾ ആ ചെറിയ ചൂടിൽ മീൻ ചട്ടിയിൽ പിടിക്കില്ല, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് മീനുണ്ടാക്കി വെക്കേ. ഇനി മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കേ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല മീൻ കറിയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം